ഹായ് ഫ്രണ്ട്സ്. അപ്പൊ UGC നെറ്റ് ജൂൺ 2024 പരീക്ഷയിലേക്ക് ഇനി നമുക്ക് വെറും 90 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഓൾറെഡി നമ്മുടെ പരീക്ഷയുടെ ഡേറ്റ് വന്നതാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ പേർ ചോദിക്കുന്നത് എപ്പോഴാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണോ, ഇനിയുള്ള പഠനം എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം, ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇപ്പോൾ വരുന്ന ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ ആ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് ആദ്യം തന്നെ ക്രാഷ് കോഴ്സിന്റെ കാര്യത്തിലേക്ക് വരാം. ഇനി നമുക്ക് 90 ദിവസങ്ങളിലേക്കായിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതും അഫോർഡബിൾ ആയിട്ടുള്ളതുമായ ക്രാഷ് കോഴ്സുകൾ അവൈലബിൾ ആണ്. കൊമേഴ്സ്, ഇംഗ്ലീഷ്, മലയാളം, ഇക്കണോമിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, അറബിക്, ഹിസ്റ്ററിയുടെ നോട്ടുകൾ, മാനേജ്മെന്റിന്റെ നോട്ടുകളായിട്ടും അതുപോലെ തന്നെ ജനറൽ പേപ്പറിന്റെ ക്രാഷ് കോഴ്സും നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. 90 ദിവസത്തെ വാലിഡിറ്റിയിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാം. കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് റെക്കോർഡ് ക്ലാസ്സുകൾ മാത്രമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അതും ലഭിക്കും. ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകളാണ് ആവശ്യമെങ്കിൽ അതുണ്ടാവും. ലൈവായിട്ടുള്ള PYQ ഡിസ്കഷൻ ഉണ്ടാവും, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ മെന്ററിംഗ് ആവശ്യമുള്ളവർക്ക് മാത്രം. അത് അങ്ങനെ പറയാനുള്ള കാര്യം, പലരെയും നമ്മൾ കോഴ്സ് എടുത്തു കഴിഞ്ഞ് തിരിച്ചു വിളിച്ചാൽ കിട്ടാറില്ല. പലരും പല ജോലിയൊക്കെ ചെയ്യുന്നവരാണ്, പല സമയങ്ങളായിട്ട് തിരക്കുള്ളവരായിരിക്കും. മെന്ററിംഗ് ആവശ്യമാണെങ്കിൽ നിങ്ങളത് പ്രത്യേകമായിട്ട് പറയുക. എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് നിങ്ങൾക്ക് പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. ഹാർഡ് വർക്കിൽ നിന്നും എങ്ങനെ സ്മാർട്ട് ആയിട്ടുള്ള സ്റ്റഡിയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്ത് പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകാം, ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് അതിനെങ്ങനെ സാധിക്കും, വളരെ ഹാർഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജി നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അത് പ്രകാരം നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിച്ചു പോകാൻ സാധിക്കും. ഇനി അടുത്ത നമ്മൾ ഈ വീഡിയോയിൽ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആപ്ലിക്കേഷന്റെ ഡേറ്റ് ആണ്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ പരീക്ഷ പറഞ്ഞിരിക്കുന്നത് ജൂൺ 10 മുതലാണ്. ജൂൺ 10 മുതൽ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസംബർ എക്സാം പോലെ അത്ര കൃത്യമായിട്ട് ചിലപ്പോൾ നടക്കണമെന്നില്ല. കാരണം മറ്റു പല പരീക്ഷകളും ഇതിനിടയിൽ NDA നടത്തുന്നുണ്ട്. മുമ്പേ തന്നിരിക്കുന്ന ഈ ഒരു ഡേറ്റ് നമുക്ക് മുഖവിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ നമുക്കൊരു ഏപ്രിൽ ലാസ്റ്റ് വീക്ക് ഒക്കെ പ്രതീക്ഷിക്കാം. ഏപ്രിൽ ലാസ്റ്റ് വീക്ക് നമുക്ക് അപ്ലിക്കേഷൻ പ്രതീക്ഷിക്കാം. ഒരു 15 to 20 ആ ഒരു ലെവലിലൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻ ക്ഷണിക്കാൻ സാധ്യതയുണ്ട്. ആപ്ലിക്കേഷന്റെ കാര്യത്തിൽ അത് മാത്രമാണ് പറയാനുള്ളത്. ഒഫീഷ്യലായിട്ട് യാതൊരു ഡിക്ലറേഷനും വന്നിട്ടില്ല. പിന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യം, സിലബസിൽ മാറ്റം ഉണ്ടാകുമോ എന്നുള്ളതാണ്. സിലബസിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ല. സിലബസിന്റെ കാര്യം പറയുകയാണെങ്കിൽ കൃത്യമായിട്ടൊരു കമ്മിറ്റി രൂപീകരിച്ച് നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്കൊക്കെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള സമയമൊക്കെ ഉണ്ടാവും. പുതിയ സിലബസ് തയ്യാറാക്കാനുള്ള കമ്മിറ്റി രൂപീകൃതമായിട്ടേ ഉള്ളൂ. ഇനി അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്ന് കൃത്യമായിട്ടുള്ള സിലബസ് വരണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് 2025 ജൂൺ പരീക്ഷയൊക്കെ ആകും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. പരീക്ഷയുമായി ബന്ധപ്പെട്ട് എല്ലാ വിവരങ്ങളും നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അത് ആപ്ലിക്കേഷൻ ആയാലും എങ്ങനെ ആപ്ലിക്കേഷൻ അയക്കാം, അതിന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഏജ് ലിമിറ്റ് എത്രയാണ്, ആ ഒരു സമയത്ത് JRFന്റെ ഏജ് ലിമിറ്റ് എത്രയാണ്, അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് നേടാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ വന്നതിന് ശേഷം പറയാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഏപ്രിൽ സെക്കൻഡ് വീക്ക് ലാസ്റ്റ് വീക്ക് ഒക്കെ നമുക്ക് എന്ത് ചെയ്യും, ആപ്ലിക്കേഷൻ ക്ഷണിക്കും എന്നുള്ളത് അറിയുക. ഓക്കെ. അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഇനിയുള്ള പ്രിപ്പറേഷൻ എങ്ങനെയാണ് നമ്മൾ പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത്, എങ്ങനെ നമുക്ക് ഉള്ള കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് പഠിച്ച് പരീക്ഷയിലേക്ക് മാർക്ക് സ്കോർ ചെയ്യാമെന്നുള്ളതാണ്. അപ്പൊ അത് ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് നമ്മൾ വീഡിയോ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി മുതൽ നിങ്ങൾ ജനറൽ പേപ്പറും കൂടെ പഠിക്കേണ്ട സമയമായിരിക്കുന്നു. ഇനി നമുക്ക് 2.5 മാസം മാത്രമേ ഉള്ളൂ, 90 ദിവസങ്ങളേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ സെക്കൻഡ് പേപ്പറിനോടൊപ്പം തന്നെ നിങ്ങൾ ജനറൽ പേപ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ മെയിൻ പേപ്പറും ഒരുമിച്ച് പഠിച്ചു പോകേണ്ട സമയമാണിത്. അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് നമ്മൾ വീഡിയോ ചെയ്ത് പറഞ്ഞതാണ്. എങ്ങനെ നമുക്കൊരു ഹാർഡ് വർക്കിൽ നിന്ന് സ്മാർട്ട് ആയിട്ടുള്ള സ്റ്റഡിയിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞതാണ്. ഇനി നമ്മുടെ മുമ്പിൽ 90 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം റീഡിംഗ് കോംപ്രഹെൻഷൻ ആണ്. റീഡിംഗ് കോംപ്രഹെൻഷൻ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. അതിന്റെ ലിങ്കുകൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. ചാനലിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ജോബ് അലേർട്ട് വീഡിയോ കൃത്യമായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ, സംസ്കൃതി ജോബ് ടെലിഗ്രാം ചാനലിൽ കൃത്യമായിട്ട് നമ്മൾ നൽകി വരുന്നുണ്ട്. നിങ്ങൾക്ക് നൽകാൻ പറ്റുന്ന രീതിയിൽ ഇന്ത്യ ഒട്ടാകെയുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിലേക്കുള്ള അലേർട്ടുകളെല്ലാം തന്നെ, വേക്കൻസികളെല്ലാം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ കാര്യം കൂടെ ഇതിന്റെ കൂടെ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ റീഡിംഗ് കോംപ്രഹെൻഷൻ ഡെയിലി ചെയ്യാം. ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ചോദ്യങ്ങൾ ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ ചാനലിൽ ഉണ്ടാവും. നിങ്ങൾക്ക് ഇനി മുതൽ പ്രാക്ടീസ് ചെയ്താൽ തന്നെ വളരെ കൃത്യമായിട്ട് DAയുടെ ചോദ്യങ്ങൾക്ക് അതിൽ 10 മാർക്കും നിങ്ങൾക്ക് നേടാൻ സാധിക്കും എന്നുള്ളതാണ്. റീഡിംഗ് കോംപ്രഹെൻഷന്റെ കാര്യത്തിൽ നമുക്ക് 30 മാർക്ക് ഉണ്ട്.
10 മാർക്കിനുള്ള ജനറൽ പേപ്പറിലും അതുപോലെ തന്നെ 20 മാർക്കിനുള്ള നമ്മുടെ മെയിൻ സബ്ജക്റ്റിലും ഉണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെ ഓർത്തു വെക്കുക. എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി. റീസെന്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണിത്. അപ്പൊ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീ മാത്രമാണ് വരുന്നത്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. ലൈവായിട്ട് തന്നെ PYQ ഡിസ്കഷൻ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആ കാര്യം ഓർത്തു വെക്കുക. നമ്മുടെ ക്രാഷ് കോഴ്സിന്റെ കൂടെ റെക്കോർഡഡ് ക്ലാസ്സുകൾ മാത്രം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിച്ച് ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലാതെ വരും. അപ്പോൾ റെക്കോർഡഡ് ക്ലാസ്സിനോടൊപ്പം തന്നെ ലൈവ് ക്ലാസ്സുകൾ, ഇമ്പോർട്ടന്റ് ഏരിയ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ, എന്തെങ്കിലും സംശയങ്ങളെ നേരിട്ട് ടീച്ചേഴ്സിന്റെ അടുത്ത് ചോദിച്ച് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. JRF-ഉം അതുപോലെ തന്നെ PhD ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ് ഓരോ വിഷയത്തിനുള്ളത്. ക്ലാസ്സുകളുടെ ട്രയൽ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. ട്രയൽ ക്ലാസ് ചെക്ക് ചെയ്യുക. ഓക്കെ ആണെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക. ഫീസും അഫോർഡബിൾ ആയിരിക്കണം, ക്ലാസ്സുകൾ ഇഫക്റ്റീവ് ആയിരിക്കണം. ഇത് രണ്ടും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പൊ ആപ്ലിക്കേഷന്റെ കാര്യം, ക്രാഷ് കോഴ്സിന്റെ കാര്യം, അതുപോലെ തന്നെ ഇനിയുള്ള പ്രിപ്പറേഷൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യം വളരെ ബ്രീഫായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിനു മുമ്പേയുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ടെലിഗ്രാം ചാനൽ അതിന്റെ ലിങ്ക് നൽകാം, ഡിസ്ക്രിപ്ഷനിൽ നൽകാം, കാണാൻ ശ്രമിക്കുക. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്, സ്റ്റേ സേഫ്.